ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലി, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു. 16-ാമത്തെ വാക്യം, യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും എന്ന് കൽപ്പിച്ചു. ഇന്ന് പകൽക്കാലം ദൈവം തെരഞ്ഞെടുത്ത ദൈവിക പദ്ധതിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഗിദെയോൻ എന്നൊരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുവാനാണ് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുക്കുന്നവരിൽ ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. അത് വ്യക്തിയാകാം, കുടുംബമാകാം, സമൂഹമാകാം. അവരിലൊക്കെ ചില പ്രത്യേകതകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഗിദെയോൻ എന്ന വ്യക്തിയിൽ ആ സമൂഹത്തിൽ ഇല്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയാണ് ദൂതൻ അവന്റെ അടുക്കലേക്ക് വരുവാൻ ദൈവം അയച്ചത് എന്നത് നമ്മൾ ഈ ഭാഗത്തിൽ നിന്ന് വായിക്കുമ്പോൾ ഗ്രഹിക്കുവാനിടയായിത്തീരുന്നു. ഗിദെയോന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്നുള്ളത് 6-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് ഗ്രഹിക്കുവാനിടയായിത്തീരുന്നത്. 7 വർഷക്കാലം മിദ്യാൻ പ്രബലമായി, ശത്രുരാജ്യം പ്രബലമായി ഇസ്രായേലിന്റെ വിത നശിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇസ്രായേൽ വിതയ്ക്കും, ആ വിത മുഴുവൻ, ആ വിള മുഴുവൻ മിദ്യാൻ, അമാലേക്ക്, ഈ ശത്രു രാജ്യക്കാർ വന്നിട്ട് ആ വിളയെ നശിപ്പിച്ചു കളയും. വിതയിൽ വച്ചു തന്നെ നശിപ്പിക്കും. നമ്മൾ അല്പം കൂടെ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അങ്ങനെ വിള നശിപ്പിച്ച് ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ ക്ഷയിച്ചു എന്ന് വെച്ചാൽ ഇസ്രായേൽ പിന്നെ വിത ഉപേക്ഷിച്ചു. കാരണം വിതച്ചിട്ട് കാര്യമില്ല. അമാലേക്കും മിദ്യാനും പ്രബലമാണ്. അവർ ഈ വിള നശിപ്പിച്ചു കളയും. അതുകൊണ്ട് വിതയും അതിൻ്റെ ക്രമീകരണങ്ങളുമെല്ലാം ഇസ്രായേൽ ഉപേക്ഷിച്ചു. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ ഇതു നിമിത്തം ക്ഷയിച്ചു എന്ന്. അപ്പൊ ഇസ്രായേൽ മാനസികമായും അവരുടെ ഭൗതികമായും ഒക്കെ ക്ഷയിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന കാലഘട്ടമാണിത്. ആ കാലഘട്ടം എന്നുള്ളത് 7 വർഷം എന്ന് കാണുന്നു. 7 വർഷം. ഈ 7 വർഷമായി ഇത് തുടങ്ങിയിട്ട് 7-ാമത്തെ വർഷവും ഗിദെയോന്റെ പ്രത്യേകത എന്നുള്ളത് അവൻ 7-ാമത്തെ വർഷവും വിതച്ചു എന്നുള്ളത്. 2, ഈ വിത വളർന്നു. 3, ഈ വിത വളർന്നെന്ന് മാത്രമല്ല, അത് പാകമായി അവൻ കൊയ്തു എന്നത് പ്രൈസ് ദി ലോർഡ് നമ്മൾ കാണും. അവനത് കൊയ്തെടുത്ത് മുന്തിരിച്ചക്കിന്റെ അരികിൽ വെച്ച് മെതിക്കുന്നു. ആത്മീയമായി പല കാര്യങ്ങൾ അതിനോട് ചേർന്ന് പറയണം. മുന്തിരി എന്നത് ആത്മീയതയെ കാണിക്കുന്നത്, ആത്മീയ സന്തോഷം, ആത്മീയതയെ പ്രതിദാനം ചെയ്യുന്നതാണ് മുന്തിരി. അപ്പോൾ ഗിദെയോനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ വിതച്ചു, എങ്ങനെ ഇത് വളർന്നു, എങ്ങനെ ഇത് കൊയ്തു എന്ന് ചോദിച്ചാൽ ഈ 3നും ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയേണ്ടത് മുന്തിരിച്ചക്കിന്റെ അരികിലാണ് ഇപ്പോഴും ഇവനായിരിക്കുന്നത് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഇടുക. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും
വിള ഉപേക്ഷിക്കുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, വിതയ്ക്കുവാന്നത് ഉപേക്ഷിക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, ഗിദെയോൻ പ്രൈസ് ലോർഡ് വിത ഉപേക്ഷിക്കുന്നില്ല എന്നതാണ് അവനിൽ ദൈവം കണ്ട പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രു കാണാതെ തൻ്റെ വിതയും അതിൻ്റെ വളർച്ചയും അതിൻ്റെ കൊയ്ത്തും എല്ലാം ചെയ്ത ഒരു മനുഷ്യനായിട്ടാണ് കാണുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തോട് ചേർന്ന് നാം നിൽക്കുമ്പോൾ ദൈവം നമ്മളെ മറച്ച് ശത്രു കാണാതെ, ദുഷ്ടൻ തൊടാതെ നമ്മുടെ വിതയും ഹല്ലേലൂയ അതിൻ്റെ വളർച്ചയും അതിൻ്റെ കൊയ്ത്തും എല്ലാം നടക്കും. നാം ദൈവത്തോട് ചേർന്നിരുന്ന ആ കാര്യം ചെയ്യുമ്പോൾ ദൈവമക്കളെ, ദൈവം ശത്രുവിൻ്റെ കയ്യിൽ പെടാതെ ഹല്ലേലൂയ അത് ചെയ്യുമെന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പതിപ്പിച്ചിരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. ഒന്നുകൂടെ ഞാൻ ചേർന്ന് പറഞ്ഞാൽ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, വേദപുസ്തകത്തിൽ ഒന്ന് രണ്ട് ആളുകളെ കൂടെ എനിക്ക് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. അതിലൊരാള് മോശയുടെ അമ്മയും അപ്പനും അമ്രാമും യോഖേബേദും. അവർ അവരുടെ ജീവകാലത്ത്, അല്ലെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത്, പ്രൈസ് ലോർഡ്, ഫറവോൻ ഒരു നിയമം കൊണ്ടുവന്നു. അത് 1:22. പിന്നെ ഫറവോൻ തന്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിൽ ഇട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്നും കൽപ്പിച്ചു. 2-ാം അധ്യായം തുടങ്ങുന്നത്, എന്നാൽ അക്കാലഘട്ടത്തിൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവി കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവൻ എന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. മോശയുടെ ജനനത്തെക്കുറിച്ച് പറയുന്ന ചരിത്രം നോക്കണം. ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ നൈൽ നദിയിലിട്ട് കൊല്ലണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുമ്പോൾ ആ കൽപ്പനയെ മറന്ന് ഒരു തലമുറയ്ക്ക് ജനനം കൊടുക്കുവാൻ ഒരു കുടുംബം തീരുമാനിക്കുന്നു എന്നുള്ളത് ആ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത. ഹല്ലേലൂയ. അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ തീരുമാനിക്കാം, ഒരു കുടുംബജീവിതം വേണ്ട. അല്ല, പ്രൈസ് ലോർഡ്, ജനിക്കപ്പെടുന്ന കുടുംബത്തിനകത്ത്, ഹല്ലേലൂയ സ്തോത്രം, ജനിക്കപ്പെടുന്ന തലമുറ നൈൽ നദിയിൽ ഇടണമെന്നുള്ളത് കൊണ്ട് ഇനിയും ഈ കുടുംബജീവിതത്തിനകത്ത് ഒരു തലമുറ വേണ്ട എന്ന് വെക്കാം. പക്ഷെ ഇത് രണ്ടും അവർ ചെയ്യുന്നില്ല. ഒരു കുടുംബജീവിതം തുടങ്ങുന്നു, അവരുടെ തലമുറ ആഗ്രഹിക്കുന്നു, അങ്ങൊരു തലമുറ പിറക്കുന്നു. മാത്രമല്ല, ആ തലമുറ പിറന്നപ്പോൾ അത് ആൺകുട്ടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ 3 മാസം ഒളിപ്പിച്ചു വെക്കുന്ന പ്രത്യേകതകൾ ശ്രദ്ധിച്ചു. ആ തലമുറയാണ് ഫറവോനെതിരെ നിൽക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ, വിടുവിക്കുവാൻ ദൈവം ഉപയോഗിച്ച തലമുറ. ഞാൻ അതിന്റെ ഡീറ്റെയിൽ ഭാഗത്തേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. നമ്മൾ സ്തോത്രം ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യം, അപ്പോൾ 2 പടക് കരയ്ക്ക് അടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകളിൽ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ, പ്രൈസ് ലോർഡ്, ഈ ഭൂമിയിലെ തന്റെ ഐഹികമായ സ്തോത്രം, ഹല്ലേലൂയ, സുവിശേഷ പ്രവർത്തനത്തിന്റെ, അല്ലെങ്കിൽ കർത്താവിന്റെ വചനം, പ്രൈസ് ലോർഡ്, കർത്താവ് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങുന്ന ഹല്ലേലൂയ ആരംഭത്തിൽ ശിമോനുമായി താൻ, പ്രൈസ് ലോർഡ്, സംഭാഷിക്കുന്ന, അല്ലെങ്കിൽ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ശിമോനുമായുള്ള ബന്ധത്തിലേക്ക് വരുന്ന ഒരു സംഭവ ചരിത്രമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ഒത്തിരി പടകുകൾ കരക്കെടുത്തു, പക്ഷേ ഷീമോന്റെ പടകിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ താഴോട്ട് വായിക്കുമ്പോഴാണ്, ഈ പടക് എല്ലാ പടകിനെ പോലെ ഇന്നലെ കടലിൽ പോയതാണ്.
ഗന്നസരേ തടാകത്തിൽ എല്ലാ പടകിലെ പോലും പോയി. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഈ പടകിനകത്ത് ഒരു മീൻ പോലും കയറിയില്ല. അല്ല, ഈ വലയ്ക്കകത്ത് ഒരു മീൻ പോലും കയറിയില്ല. ഈ പടക് ശൂന്യതയുടെ പടക. പക്ഷേ ശൂന്യതയുടെ പടകും ശൂന്യതയുടെ വലയും ഉള്ളപ്പോഴും ആ വല കഴുകി പ്രതീക്ഷ വീണ്ടും വെക്കുന്ന ഒരു ശീമോൻ. എന്ന് വെച്ചാൽ ഇന്ന് വലയ്ക്കകത്ത് മീൻ കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇനിയും മീനെ പിടിക്കുന്നില്ല, വല കഴുകുന്നില്ല എന്നുള്ളതല്ല. പകരം ആ വല കഴുകി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആ പടക് വൃത്തിയാക്കി കരയിലേക്ക് ക്ഷമയോടെ എടുത്തു വെക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശീമോൻ പത്രോസിനെ നമുക്ക് അവിടെ കാണുവാനിടയായി. അപ്പൊ ദൈവം തെരഞ്ഞെടുക്കുന്ന ആളുകളെ കുറിച്ച്, കുടുംബത്തെ കുറിച്ച്, സമൂഹത്തെ കുറിച്ചുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മോശയുടെ കുടുംബത്തിന്റെ പ്രത്യേകത നമ്മൾ കണ്ടു. അവർ ആ കാലഘട്ടത്തിൽ ഒരു തലമുറ ജനിക്കാതിരിക്കത്തക്ക രീതിയിൽ ഫറവോന്റെ നിയമമുള്ളപ്പോൾ അവർ തലമുറയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, തലമുറ ജനിക്കുന്നു, ജനിക്കപ്പെട്ട തലമുറയെ ഒളിപ്പിക്കുന്നു. ഗിദെയോന്റെ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത് 7 വർഷമായിട്ട് എല്ലാവരും വിത ഉപേക്ഷിച്ചു. കാരണം അമാലേക്കും മിദ്യാനും അത് നശിപ്പിക്കുമെന്നുള്ളത്. അനേകർ ഉപേക്ഷിച്ചു, അനേകർ ക്ഷയിച്ചു പോയി. പക്ഷേ ഗിദെയോൻ 7ാമത്തെ വർഷവും വിതയ്ക്കുവാനും തയ്യാറാകുന്നു. അവൻ വിതച്ചതുകൊണ്ട് ഹല്ലേലൂയ അവനത് കൊയ്തു. പ്രൈസ് ദി ലോർഡ്. ആ കൊയ്യുന്നത് താൻ മെതിക്കുന്നു. ശിമോൻ പത്രോസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, അവൻ പ്രൈസ് ദി ലോർഡ് ശൂന്യതയുടെ പടകും ശൂന്യതയുടെ വലയുമാണ് കയ്യിലുള്ളത് എങ്കിലും അത് കഴുകി ആ പടക് വൃത്തിയാക്കി വെക്കുവാൻ ഒരു താല്പര്യം അവൻ കാണിക്കുന്നു, ഉപേക്ഷിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്നൊരു ചിന്ത പറഞ്ഞ് ഞാൻ അടുത്തതിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുക. അതിന്റെ ഒന്നാമത്തെ ചിന്ത ഇങ്ങനെ: ദൈവമക്കളെ, അനേക കുടുംബജീവിതങ്ങൾ തകരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അനേക തലമുറകൾ നശിച്ചു പോകുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അനേക സാധ്യതകൾ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇനിയും കുടുംബജീവിതത്തിന്റെ ഭദ്രതയില്ലാത്തത് കൊണ്ട് ഒരു കുടുംബജീവിതം വേണ്ട എന്ന് വെക്കുന്ന ആളുകൾ, തലമുറകൾ നശിച്ചു പോകുന്നതുകൊണ്ട് തലമുറ വേണ്ട എന്ന് വെച്ചാൽ ആ പ്രശ്നം അങ്ങ് അവോയ്ഡ് ചെയ്യുമല്ലോ. ഇനിയും ജോലിക്കൊന്നും നോക്കിയിട്ട് കാര്യമില്ല, ജോലി വേണ്ട എന്ന് വെക്കുക. പ്രൈസ് ദി ലോർഡ്. വിദ്യാഭ്യാസം വേണ്ട എന്ന് വെക്കുക. പഠിച്ചിട്ട് എന്ത് നേടാനാ എന്ന് ചോദിക്കുന്ന ഒരു തലമുറ. എന്നാൽ അവിടെയും പ്രയത്നിക്കുന്ന, ഹല്ലേലൂയ, ഒന്നും നടക്കാത്ത കാലഘട്ടത്തിൽ, എല്ലാം നശിപ്പിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ വിധ വളരുമോ? ഈ തലമുറ ഉയരുമോ? ഈ വലയിൽ ഇനിയും മീൻ കയറുമോ എന്ന് ചോദിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് കയറും, പ്രൈസ് ദി ലോർഡ് എന്ന പ്രതീക്ഷയോടെ ചുവട് വെക്കുന്ന ചിലരെ ദൈവം കാണുന്നു എന്നുള്ളതാ ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവം കാണുന്നു. ദൈവം അവനെ കണ്ടു കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് ഞാൻ ഈ ചിന്തയെ അവസാനിപ്പിക്കും. ദൈവം അങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ, എന്ന് വെച്ചാൽ ഹല്ലേലൂയ സ്തോത്രം, വ്യത്യസ്തമായി ചിന്തിക്കുന്ന, വ്യത്യസ്തമായി കാണുന്ന ഒരാളെ ദൈവം കണ്ടു കഴിഞ്ഞാൽ അവനെ ദൈവം പ്രോത്സാഹിപ്പിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ആ പ്രോത്സാഹനമാണ് നമ്മൾ കാണുന്നത് ഗിദെയോന്റെ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വായിച്ച ധ്യാന ചിന്തയിൽ ആ പ്രോത്സാഹനത്തിന്റെ 5 പ്രോത്സാഹന വാക്കുകൾ, 5 ഉത്തേജന വാക്കുകൾ അവനിൽ കൊടുക്കുന്നത്. ഒന്നാമതായിട്ട് അവനെ വിളിക്കുന്നത് അല്ലയോ പരാക്രമശാലി എന്ന് വിളിക്കുന്നത്. അവനെ വിളിക്കുന്ന പരാക്രമശാലി, നീ ഒരു ഒരു യോദ്ധാവ എന്ന് അവനെ വിളിക്കുക. 2, ഈ ബലത്തോടെ പോകുക എന്ന് അവനോട് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗിദെയോൻ ഈ സമയത്ത് പരാക്രമശാലിയോ ബലശാലിയോ ഒന്നുമല്ല. പക്ഷേ ദൈവം അവനെ, ഹല്ലേലൂയ, ദൂതൻ അവനെ നോക്കിയിട്ട് പ്രൈസ് ദി ലോർഡ് അവനെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ, ഹല്ലേലൂയ, നീ ഒരു പരാക്രമശാലിയ. പ്രൈസ് ദി ലോർഡ്. ഈ ബലത്തോടെ പോവുക.
മൂന്നാമതായിട്ട് അവനോട് പറയുകയാണ്, നീ ഇസ്രായേലിനെ മിദ്യാനുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നാലാമതായിട്ട് അവനോട് പറയുകയാണ്, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. അഞ്ചാമതായിട്ട് അവനോട് പറയുന്നു, നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവം കണ്ടെത്തുന്ന ആളുകൾ, ദൈവിക പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രത്യേകത എന്നുള്ളത്, പ്രൈസ് ദി ലോർഡ്, അവർ കാലഘട്ടത്തെ നോക്കി, അവർ സ്ഥല ചുറ്റുപാടും നോക്കി അവർ നിൽക്കുന്നവരല്ല. പകരം പ്രൈസ് ദി ലോർഡ്, അവർ പ്രയത്നിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫലം ദൈവമാണ് തരുന്നത്. ഹല്ലേലൂയ. ഫലം ദൈവമാണ് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രയത്നിക്കുക. ഗിദെയോനെ പോലെ ഹല്ലേലൂയ, മുന്തിരിയുടെ അടുക്കൽ ആത്മീയതയിൽ, ഹല്ലേലൂയ, സ്തോത്രം, നീ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മുൻപോട്ട് പോകുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവം വലിയ പദ്ധതിക്കായി നിന്നെ തിരഞ്ഞെടുക്കും. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടം നോക്കിയാൽ, ചുറ്റുപാടും നോക്കിയാൽ ഒന്നും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല എന്ന് പറയും. പക്ഷേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, നീ മുൻപോട്ട് പോയാൽ, പ്രൈസ് ദി ലോർഡ്, നീ വിതയ്ക്കാൻ തയ്യാറായാൽ നിന്റെ വിത മിദ്യാൻ കൊണ്ടുപോകത്തില്ല. അത് വളരും, അത് കൊയ്യും. പ്രൈസ്, അത് നീ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്നെ നോക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് അവനെ പ്രോത്സാഹിപ്പിച്ച്, പ്രൈസ് ദി ലോർഡ്, ആ വ്യക്തിയെ കൊണ്ട് പ്രൈസ് ദി ലോർഡ് ഇസ്രായേലിനെ ഹല്ലേലൂയ മിദ്യാന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക. ഹല്ലേലൂയ. മോശയുടെ മാതാപിതാക്കൾ അക്കാലഘട്ടത്തിൽ തലമുറ ജനിക്കത്തില്ലെന്ന് പറയുമ്പോൾ, ജനിച്ചാൽ കൊല്ലുമെന്ന് പറയുമ്പോൾ, അവർ ഹല്ലേലൂയ കുടുംബജീവിതം ഉപേക്ഷിക്കുന്നില്ല. തലമുറ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ വരുന്നത് ഉപേക്ഷിക്കുന്നില്ല. പകരം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഫറവോന്റെ നിയമത്തിനെതിരായി ഹല്ലേലൂയ അവർ പ്രയത്നിക്കുമ്പോൾ, അവർ പ്രവർത്തിക്കുമ്പോൾ, ആ കുടുംബത്തിനകത്തെ തലമുറയാ ദൈവീയ പദ്ധതിക്കായി തിരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശൂന്യതയുടെ പടകും ശൂന്യതയുടെ വലയും കയ്യിലുള്ളപ്പോഴും ആ വല പ്രൈസ് ദി ലോർഡ് കഴുകുവാൻ, ആ വല നന്നാക്കുവാൻ, ആ വല വീണ്ടും ഒതുക്കി വെക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, ആ പടക് കഴുകി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കരയ്ക്ക് വെക്കുവാൻ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ തയ്യാറാകുന്ന ഒരു ശീമോൻ പത്രോസ്. അവന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നാളെ വീണ്ടും ഞാൻ ഈ വല എടുത്തുകൊണ്ടിറങ്ങും, നാളെ വീണ്ടും ഞാൻ ഈ വള്ളം ഇറന്നു കൊണ്ടിറങ്ങും. എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, എനിക്ക് പ്രതീക്ഷയുണ്ട്. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് പ്രതീക്ഷയോടെ, ഉത്സാഹത്തോടെ ഹല്ലേലൂയ നിന്റെ ചുവട് വച്ചാൽ ദൈവം നിന്റെ ഒപ്പം ഇരിക്കും. മാത്രമല്ല പ്രൈസ് ദി ലോർഡ്, ദൈവം നിന്നെ പ്രോത്സാഹിപ്പിക്കും. നിന്നെ കൊണ്ട് വൻ പദ്ധതികളെ ദൈവം ചെയ്യുവാനിടയായിത്തീരും. കാലഘട്ടം നോക്കി നിന്റെ പ്രയത്നം ഉപേക്ഷിക്കരുത്, നിന്റെ പ്രവൃത്തി ഉപേക്ഷിക്കരുത്. നീ ക്ഷീണിച്ചു പോകരുത്, നീ തളർന്നു പോകല്ലേ. വേണ്ട എന്ന് മറ്റുള്ളവർ പറയുന്നത് പോലെ നീ ചെയ്യരുത്. ഹല്ലേലൂയ. മുൻപോട്ട് പോയാൽ വലിയ ദൈവീയ പദ്ധതികളെ കാണുവാൻ, ഹല്ലേലൂയ, നിന്നെ കൊണ്ട് വൻ പദ്ധതികളെ ചെയ്യിപ്പിക്കുവാൻ കർത്താവ് ഇടയാക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തി ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പാദപീഠത്തിലേക്ക് അടുത്തു വരിക. അവിടുന്ന് ജനത്തെ അനുഗ്രഹിക്കണമേ. അതേ കർത്താവേ, ഗിദെയോനിൽ അങ്ങ് കണ്ട പ്രത്യേകത, അതേ കർത്താവേ, അമ്രാമിലും യോക്കെബേദിലും ആ കുടുംബത്തിനകത്ത് അങ്ങ് കണ്ട പ്രത്യേകത, ശിമോൻ പത്രോസിൽ അങ്ങ് കണ്ട പ്രത്യേകത ഞങ്ങൾ വായിച്ചു കർത്താവേ. അവർ ഹല്ലേലൂയ കാലഘട്ടം നോക്കിയപ്പോൾ, സമയങ്ങൾ നോക്കിയപ്പോൾ, സാധ്യതകൾ നോക്കിയപ്പോൾ കണ്ടില്ലെങ്കിലും അവർ ചുവട് വെച്ചു. സാധ്യതയ്ക്കല്ല ചുവട് വെച്ചത്, ഹല്ലേലൂയ, ഒന്നുമില്ലായ്മയിലേക്ക് അവർ ചുവട് വെച്ചു. ആ ചുവടുവെപ്പുകൾ പരാജയത്തിലേക്കല്ലായിരുന്നു. സ്വർഗത്തിലെ ദൈവം അവരുടെ പ്രവൃത്തിയെ, അവരുടെ പ്രയത്നത്തെ ഹല്ലേലൂയ സാധിപ്പിച്ച് അവരെ അനുഗ്രഹിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു കർത്താവേ. ഗിദെയോനെ ഉപയോഗിച്ചു, അബ്രാമിനെയും യോക്കെബേദിന്റെ തലമുറയായ മോശയെ അങ്ങ് ഉപയോഗിച്ചു, ശീമോൻ പത്രോസിനെ അങ്ങ് ഉപയോഗിച്ചു. സ്വർഗത്തിലെ ദൈവമേ, ഈ വചനം കേൾക്കുന്ന അവിടുത്തെ ജനത്തെയും അങ്ങ് കർത്താവ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്ഷീണിച്ചിരിക്കുന്ന ചിലർക്ക്
ഈ വചനം ബലമാക്കി തീർക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വചനം വെച്ച് ജനത്തെ അനുഗ്രഹിക്കുന്ന കർത്താവേ, മഹത്വം അങ്ങേക്ക്. ഞങ്ങൾക്ക് ആദ്യം വെച്ച ക്രിസ്തുവേശ്വര തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹീതമായ ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലസ്ഡ് ഡേ. ഗോഡ് ബ്ലസ് യു.